പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് മലയാള സാഹിത്യം എന്ന പേപ്പറിലെ ബ്ലോക്ക് 2 UK കുമാരൻ്റെ റെയിൽപ്പാളത്തിലിരുന്ന് ഒരു കുടുംബം ധ്യാനിക്കുന്നു എന്ന ചെറുകഥയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കഥ പഠിക്കുന്നതിലൂടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ആധുനികാനന്തര സമൂഹം, ആധുനികതയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള സമൂഹം, ആധുനികാനന്തര സാഹിത്യം, ഇതിനെ വിമർശന ബുദ്ധിയോടെ സമീപിക്കുകയാണ് ഈ കഥയിൽ ചെയ്യുന്നത്. അത്തരത്തിൽ ഈ കഥയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കലാസാഹിത്യ മേഖലകളിൽ കാലാനുസൃതമായി ഭാവരൂപപരമായ ഭാവുകത്വ പരിണാമം സംഭവിക്കുമെങ്കിലും ജീവിത യാഥാർത്ഥ്യം എന്നത് തന്നെയാണ് ആത്യന്തികമായി എല്ലാ പ്രമേയങ്ങളുടെയും ശക്തമായ ഒരു അടിത്തറയായി തീരുന്നത്. അത് ഈ കഥയിലൂടെ ബോധ്യപ്പെടുന്നുണ്ട്. അതെങ്ങനെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് കല ആയിക്കോട്ടെ, ആ കലയിലുണ്ടാകുന്ന പല മാറ്റങ്ങളും, ഭാവത്തിലുള്ള മാറ്റങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, മാറ്റി വന്നോട്ടെ, ആ കഥ എങ്ങനെ വികസിച്ചും, കല എങ്ങനെ മാറി വന്നോട്ടെ, അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും, പക്ഷെ അത് ആത്യന്തികമായി മുമ്പോട്ട് വെക്കുന്ന പ്രമേയം എന്ന് പറയുന്നത് ജീവിത യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഈ UK കുമാരനെ സംബന്ധിച്ചും ഈ ഒരു തത്വമാണ് അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എന്നതാണ് ഈ എഴുത്തുകാരനെ സവിശേഷമായി മാറ്റുന്ന മറ്റൊരു പ്രത്യേകത. ഈ ജീവിത യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ യഥാർത്ഥ കലാകാരന് സാധിക്കില്ല എന്ന തിരിച്ചറിവ് ഈ ഒരു കഥയിലൂടെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നതും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കഥ വായിക്കുന്നതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇനി UK കുമാരനെ കുറിച്ച് പറയുകയാണോ, നവീനത പ്രബലമായിരുന്ന കാലയളവിലാണ് UK കുമാരൻ സാഹിത്യ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതായത് ഉത്തരാധുനികയൊക്കെ ഇങ്ങനെ പച്ച പിടിച്ച് വരുന്ന സമയത്താണ് UK കുമാരൻ്റെ കഥയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. എന്നാൽ നവീനതയുടെ ദർശനപരവും രചനാപരവുമായ പ്രത്യേകതയെ UK കുമാരൻ പിന്തുടരുന്നില്ല. ആ സമയത്ത് വന്നതെങ്കിലും ആ ഒരു നവീനത കൊണ്ടുവെക്കുന്ന ദർശനം, ആശയം, അതിൻ്റെ ഒരു രചനാപരമായ പ്രത്യേകതകളൊന്നും UK കുമാരൻ എന്ത് ചെയ്യുന്നില്ല, പിന്തുടരുന്നില്ല. സാമൂഹിക ബന്ധങ്ങളിലെ ദയാരാഹിത്യവും യാന്ത്രികമായി കൊണ്ടിരിക്കുന്ന വ്യക്തിബന്ധങ്ങളും UK കുമാരൻ തൻ്റെ രചനകളുടെ വിഷയമായി സ്വീകരിക്കുന്നു. അപ്പോൾ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ ബന്ധങ്ങളിലുണ്ടാകുന്ന ഒരു ദയാരാഹിത്യം, ദയയില്ലായ്മ, യന്ത്രമായി കൊണ്ടിരിക്കുന്ന വ്യക്തിബന്ധങ്ങൾ, ഇതിനൊക്കെ UK കുമാരൻ വിഷയമായിട്ട് കഥകളിൽ സ്വീകരിക്കുന്നു. ആർഭാടരഹിതമായ ഭാഷയിൽ ഒരു വിവരണാത്മകമായി കഥ പറഞ്ഞു പോകുന്ന പതിവാണ്, രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ പല കഥകളിലും കാണുന്നത്. നല്ല മികവുറ്റ ആർഭാടമായ ഭാഷവും അത് ഇങ്ങനെ വിവരണാത്മകമായിട്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളതും കൂടിയാണ്. കഥകൾ പലതും വായനക്കാരെ അമ്പരിപ്പിക്കുന്ന രീതിയിലാണ് പര്യവസായിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് പഠിക്കാനുള്ള റെയിൽപ്പാളത്തിലിരുന്ന് ഒരു കുടുംബം ധ്യാനിക്കുന്നു എന്ന കഥവും അത്തരത്തിൽ തന്നെ ഉള്ള ഒരു കഥയാണ്. കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ അനുഭവ തീവ്രതയോടെ UK കുമാരൻ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു, ഭാഷ UK കുമാരൻ എങ്ങനെയാണ്, ഭയങ്കര വർണ്ണശബളമാണ്, അത് വിവരണാത്മക രീതിയിലാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം അനുഭവത്തിൻ്റെ തീവ്രത, അത് കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളിലെ ആ ഒരു അനുഭവത്തിൻ്റെ തീവ്രത ആവിഷ്കരിക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ മറ്റൊരു എഴുത്ത് സവിശേഷതയാണ്. ജീവിതത്തെ സംബന്ധിച്ച തനതായ നിർവചനങ്ങൾ കാഴ്ചവെക്കുന്നവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഞാൻ പറഞ്ഞല്ലോ, ജീവിതമാണ് എല്ലാ കഥയും അവതരിപ്പിക്കുന്നത് എന്ന ഒരു ഇദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും ജീവിതമാണ് മുഖ്യ. ഇത് ജീവിതത്തെ നിർവചിക്കുന്നത്, ജീവിതം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന രീതിയിലാണ് UK കുമാരൻ്റെ കഥകളും ഒക്കെ വരുന്നത്. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം മുന്നോട്ട് വെക്കുന്നതും ഇത്തരത്തിലുള്ള
ആശയങ്ങൾ തന്നെയാണ്. ഇനി UK കുമാരൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ വായിക്കാം. തക്ഷൻകുന്ന് സ്വരൂപം, എഴുതപ്പെട്ടത്, വലയം, ഒരിടത്തും എത്താത്തവർ, മുലപ്പാൽ, ആസക്തി, കാണുന്നതല്ല കാഴ്ചകൾ, പുതിയ ഇരിപ്പിടങ്ങൾ, മടുത്ത കളി, അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, റെയിൽപാളത്തിലിരുന്ന് ഒരു കുടുംബം ധ്യാനിക്കുന്നു, അച്ഛൻ ഉറങ്ങുന്നില്ല. ഇതിൽ കഥയിലും നോവലും ഒക്കെ കൂടി ഇതിനകത്തുണ്ട്. ഒന്നും കൂടി വായിക്കുകയാണ്. തക്ഷൻകുന്ന് സ്വരൂപം, എഴുതപ്പെട്ടത്, വലയം, ഒരിടത്തും എത്താത്തവർ, മുലപ്പാൽ, ആസക്തി, കാണുന്നതല്ല കാഴ്ചകൾ, പുതിയ ഇരിപ്പിടങ്ങൾ, മടുത്ത കളി, അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, റെയിൽപാളത്തിലിരുന്ന് ഒരു കുടുംബം ധ്യാനിക്കുന്നു, അച്ഛൻ ഉറങ്ങുന്നില്ല. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പോൾ UK കുമാരൻ എന്ന എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളുമാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതത്തെ ആഖ്യാനം ചെയ്യുന്നതാണ്. ജീവിതം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതാണ്. അത് വർണ്ണശബളമായ ഭാഷയിൽ വിവരണാത്മകമായ രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത് എന്നും കൂടി ഉള്ളത് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥയും അത്തരത്തിലുള്ളത് തന്നെയാണ്. ഒരു നവീന കാലഘട്ടത്തിലാണ് അദ്ദേഹം എഴുത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ പോലും നവീന കാലം പിന്തുടരുന്ന രചനാ രീതിയോ വിഷയസ്വീകരണമോ ഒന്നുമല്ല. അതിനൊക്കെ വിപരീതമായിട്ടുള്ള ഒരു സമീപനമാണ് അദ്ദേഹം UK കുമാരൻ തൻ്റെ കഥാ സൃഷ്ടിയിൽ അവലംബിച്ച് കാണുന്നത് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് സവിശേഷതകൾ, പോയിൻറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കഥയിലേക്ക് വരികയാണ്. ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇതിലെ കേന്ദ്ര കഥാപാത്രമായി ഒരു കഥാകൃത്തിനെ അവതരിപ്പിക്കുന്നുണ്ട്. കഥയിൽ തന്നെ ഒരു കഥാകൃത്ത് കടന്നു വരുന്നുണ്ട്. ഒരു കഥാരചന സന്ദർഭം കഥാകാരമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കഥാകാരൻ ഒരു കഥ എഴുതുകയാണ്. ഇത് നമ്മൾ പഠിക്കുന്ന എന്താണ്? കഥയാണ്. ആ കഥയുടെ ഉള്ളിൽ ഒരു കഥാകാരനുണ്ട്. ആ കഥാകാരൻ എഴുതുന്ന ഒരു കഥയും കൂടി അതിനകത്ത്. ഇങ്ങനെയുള്ളൊരു സവിശേഷ ഘടന രീതിയാണ് ഈ കഥയ്ക്ക് UK കുമാരൻ്റെ റെയിൽപാളത്തിൽ ഒരു കുടുംബം ധ്യാനിക്കുന്നു എന്ന ഈ കഥയ്ക്ക് ഉള്ളത്. കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ഭാവനാത്മക ലോകവും, അതായത് കഥാകാരൻ്റെ ഒരു ഭാവനാത്മക ലോകവും അയാൾ കാണുന്ന യഥാർത്ഥ ലോകവും കൂടിക്കലർന്നാണ് കഥയുടെ അന്തരീക്ഷം. അയാൾ ഉണ്ടാക്കുന്ന കഥയുടെ ഒരു ഭാവനാത്മക ലോകമുണ്ട്. അയാൾ യഥാർത്ഥമായിട്ട് കൺമുന്നിൽ കാണുന്ന മറ്റു കാഴ്ചകൾ, ഇത് രണ്ടും കൂടിക്കുഴഞ്ഞാണ് ഈ കഥയിലെ അന്തരീക്ഷമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഥ വായിക്കുന്നതിന് മുമ്പേ മനസ്സിലാക്കിയ പെട്ടെന്ന് ഈ കഥ മനസ്സിലാകുന്ന രീതിയിലുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ഇപ്രകാരം പ്രമേയ സ്വീകരണത്തിലും അവതരണത്തിലും ഈ കഥ നൂതനത്വം, ഒരു പുതുമ പുലർത്തുന്നു എന്ന് നമുക്ക് പറയാം. ഏതൊക്കെ രീതിയിൽ? രണ്ട് രീതിയിൽ. ഒന്ന്, കഥയിൽ തന്നെ കഥാപാത്രം ഒരു കഥാകാരനാണ്. ആ കഥാകാരൻ ഒരു കഥ എഴുതുന്നുണ്ട്. ആ കഥയ്ക്കും ഇതിനകത്ത് ഈ കഥാപാത്രമായ കഥാകാരനും അയാൾ എഴുതപ്പോകുന്ന കഥയ്ക്കും എല്ലാം ഈ കഥയിൽ സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല കേന്ദ്ര കഥാപാത്രത്തിന് ഭാവനാത്മക ലോകമുണ്ട്, യഥാർത്ഥ ലോകമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കൂടിക്കലർക്കുന്ന ഒരു കഥയുടെ അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ് ഈ കഥയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇപ്രകാരമൊക്കെ നോക്കുകയാണെങ്കിൽ പ്രമേയ സ്വീകരണത്തിൽ അവതത്തിലൊക്കെ ഈ കഥ എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കഥ വായിക്കുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കഥയിലോട്ട് വരുമ്പോൾ നമ്മൾ കഥാപാത്രങ്ങളായിട്ട് പറയാൻ പറ്റുന്ന ഒന്ന്, ഉത്തരാധുനിക കഥ എഴുതാൻ ശ്രമിക്കുന്ന ഒരു പരമ്പരാഗത കഥാകൃത്ത്. നമ്മൾ പറഞ്ഞ ഒരു കേന്ദ്ര കഥാപാത്രമുണ്ട്, അതൊരു കഥാകൃത്താണ് എന്നുള്ളത്. ആ കഥാകൃത്ത് എങ്ങനെയാണ്? ഒരു പരമ്പരാഗത പഴഞ്ചൻ കഥാകൃത്താണ്. പഴയ ശൈലിയിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു കഥാകൃത്താണ്. പക്ഷേ ഇപ്പോൾ ഉത്തരാധുനിക കഥ എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കഥാകൃത്താണ്. എങ്ങനെയുള്ള കഥാകൃത്താണ്? ഉത്തരാധുനിക ചെറുകഥ എഴുതാൻ ശ്രമിക്കുന്ന കഥാകൃത്താണ്. പിന്നെ ഒരു ജോർജറ്റ് മ്യൂർ എന്നൊരു കഥാപാത്രം കടന്നു വരുന്നുണ്ട്. അത് ഇദ്ദേഹം എഴുതുന്ന കഥയിലെ കഥാപാത്രമാണ്. ഈ ഉത്തരാധുനിക കഥ എഴുതാൻ ശ്രമിക്കുന്ന പരമ്പരാഗത കഥാകൃത്തായ അദ്ദേഹം എഴുതുന്ന ഉത്തരാധുനിക കഥയിലെ ഒരു കഥാപാത്രമാണ് ജോർജറ്റ് മ്യൂർ എന്ന കഥാപാത്രം. പിന്നെ ഈ കഥയിലൊരു ദരിദ്രരായ ഒരു അമ്മയും ക്ഷീണിതരായ 3 ചെറിയ കുട്ടികളും വരുന്നുണ്ട്. അവരുടെ അച്ഛനും വരുന്നുണ്ട്. പിന്നെ ഒരു കഥാപാത്രമാണ് രാജാ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കഥാപാത്രം. ആ കഥാപാത്രം എങ്ങനെ ഇതിനകത്ത് കഥയിൽ വരുന്നു എന്നൊക്കെ നമുക്ക് കഥ ചർച്ച ചെയ്യുമ്പോൾ തന്നെ സൂചിപ്പിക്കാം.
ഈ കഥാകൃത്തിൻ്റെ ഒരു ചങ്ങായി ആയിട്ടൊക്കെ കഥാകാരൻ്റെ പരിചയമുള്ള വ്യക്തിയാണ് ഈ രാജസുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വ്യക്തി. പിന്നെ രാജധാനി എക്സ്പ്രസ്, അതും ഈ കഥയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട്, കഥയുടെ ഗതിയെ മാറ്റുന്ന ഒരു കഥാപാത്രമായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം അവിടെ അത് എടുത്ത് എഴുതിയിട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കഥയുടെ തുടക്കത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കഥ കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും വായിച്ചു പോകുമ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമ്മൾ കഥയിലേക്ക് കടക്കുകയാണ്. ഉത്തരാധുനിക കഥ എഴുതാൻ ശ്രമിക്കുന്ന ഒരു പരമ്പരാഗത കഥാകൃത്താണ് ആഖ്യാതാവ്. തൻ്റെ സർഗാത്മക ലോകത്ത് വരുത്തേണ്ട പരിവർത്തനത്തെക്കുറിച്ച്, മാറ്റത്തെക്കുറിച്ചുള്ള വേവലാതിയിൽ പെട്ടുഴലുകയാണ് ആ കഥാപാത്രം. ഉത്തരാധുനിക എന്താണെന്നൊക്കെ നമുക്കറിയാമല്ലേ, പല പ്രത്യേകതകളുമുണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യേകതകളിൽ ഇയാളൊരു പനഞ്ചൻ കഥാകൃത്താണ്. അപ്പോൾ പുതിയൊരു കാലഘട്ടത്തിനനുസരിച്ചുള്ള രൂപപരമായിട്ട്, വിഷയപരമായിട്ട്, എഴുത്തുപരമായിട്ടൊക്കെ ഒരു ഉത്തരാധുനിക കഥ എഴുതാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പല സംഘർഷങ്ങളും എഴുത്തുകാരനുണ്ട്, അതാണ് നേരിടുന്നത്. ഒരു ഉത്തരാധുനിക കഥയ്ക്ക് മറ്റ് കഥകളിലേതുപോലുള്ള തുടക്കമോ ഒടുക്കമോ ഒരിക്കലും യോജിക്കുകയില്ല എന്ന് അയാൾ ചിന്തിക്കുന്നു. അങ്ങനെയല്ലേ, ഉത്തരാധുനിക കഥയുടെ പ്രത്യേകത കൂടിയാണത്. ഒരു തുടക്കമോ ഒതുക്കമോ ഒന്നും ഈ കഥയ്ക്ക് യോജിക്കില്ല, അത് ആ കഥാകൃത്ത് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിഭിന്നമായ ഒരു തുടക്കത്തിന് വേണ്ടി അയാൾ ഇത്രയും നാൾ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തുടക്കമില്ല, ഒരു വേറിട്ടൊരു തുടക്കത്തിന് വേണ്ടി ഇത്രയും നാൾ ആ കഥയുടെ എഴുത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. പുതുമയുള്ള ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അന്ത്യം സ്വാഭാവികമായ രീതിയിൽ വന്നു ചേരുമെന്നും അയാൾ പ്രത്യാശിച്ചിരുന്നു. അപ്പോൾ തുടക്കം കിട്ടാനാണ് പാട്. ഉത്തരാധുനിക കഥ എഴുതുമ്പോൾ തുടക്കം കിട്ടാനാണ് പാട്. ഒരു വ്യത്യസ്തമായ പുതുമയുള്ള ഒരു തുടക്കം കിട്ടി അതിങ്ങനെ എഴുതി പോകുമ്പോൾ ആ ഒരു കഥ ഇങ്ങനെ അതിൻ്റെ ഒരു സ്വാഭാവികമായ രീതിയിൽ വന്നു ചേർന്ന് അതിനകത്ത് എന്തുണ്ടാവും, ഒരു അന്ത്യം അതിനകത്ത് സ്വാഭാവികമായിട്ട് വന്നു ചേരും. ഇന്നതാണ് കഥയുടെ തുടക്കം, ഇന്നതാണ് അവസാനം എന്ന് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കേണ്ടതില്ല. അത് സംഭവിക്കുന്നതാണ്. അതിനൊരു തുടക്കവും ഒടുക്കവും ഈ കഥയിലില്ല, ഉത്തരാധുനിക കഥയിലില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ശ്രമമാണ് നമ്മുടെ ഈ എഴുത്തുകാരൻ, കഥാകൃത്ത് നടത്തുന്നത്. അങ്ങനെയുള്ളൊരു സംഭവിക്കുമെന്നും കൂടി അദ്ദേഹം പ്രത്യാശിക്കുകയാണ് ചെയ്യുന്നത്. നിഷ്പ്രയാസം എഴുതപ്പെടുന്ന ഒന്നാകരുത് ഉത്തരാധുനികത കഥ. അങ്ങനെ എളുപ്പത്തിൽ എഴുതുന്ന ഒന്നായിട്ട് മാറരുത് ഉത്തരാധുനിക കഥ. കഥാകൃത്താണല്ല, അതുകൊണ്ട് തന്നെ കഥയെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഇപ്പോൾ എഴുത്തിനെ കുറിച്ചാണ് നമ്മൾ അധികവും ഈ കഥയിൽ പറയുന്നത്. എളുപ്പത്തിൽ വായിക്കപ്പെടുക എന്നത് അതിൻ്റെ ശീലവും ആകരുത്. മാത്രമല്ല ഈ ഉത്തരാധുനിക കഥയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അത് എളുപ്പത്തിൽ ഒറ്റ വായനയിലൊന്നും മനസ്സിലാകരുത്. അങ്ങനെ ആയാൽ അത് ഉത്തരാധുനിക കഥയല്ല. ഉത്തരാധുനിക കഥയുടെ സ്വഭാവം അങ്ങനെയല്ല. വായനക്കാരൻ ബോധപൂർവവും ഗൗരവമേറിയതുമായ ഒരു സാന്നിധ്യം ഉത്തരാധുനിക കഥ എപ്പോഴും ആവശ്യപ്പെടുന്നു. ആ വായനക്കാരനെ വെറും ഇതായിട്ടല്ല, ചിന്തിക്കുന്ന മനുഷ്യനായിട്ട് കണ്ട് അവരുടെ ഇടപെടലും കൂടി കഥയിൽ ഉണ്ടാകണമെന്ന നിലയിലുള്ള ഒരു എഴുത്ത് രീതിയാണ് ഉത്തരാധുനിക കഥയ്ക്ക്. അപ്പോൾ താൻ എഴുതാൻ പോകുന്ന കഥയിലും അങ്ങനെ ഉണ്ടാവണമെന്ന് ആരാശിക്കുകയാണ്, ഈ കഥാകൃത്ത് ആശിക്കുകയാണ്. പതിവ് ശീലങ്ങളെല്ലാം ഉപേക്ഷിച്ച് കഥാരചനയ്ക്ക് മുതിർന്നപ്പോൾ അയാൾ ആലോചിച്ചത് ഇത്തരം കാര്യങ്ങളായിരുന്നു. ഒരു ഉത്തരാധുനിക കഥ എഴുതാൻ സാധിക്കാതെ വന്നാലുള്ള അവസ്ഥ ലജ്ജാകരമാണ് എന്ന് അയാൾ വ്യാകുലപ്പെടുന്നു. അപ്പോൾ പരമ്പരാഗത രീതിയിൽ എഴുതിയ ആളാണ്, ഇത്രയും എഴുതി വന്ന ആളാണ്. ഇനി ഒരു ഉത്തരാധുനിക കഥ എഴുതാൻ പറ്റിയിട്ടെങ്കിൽ താനൊരു കഥാകൃത്താണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നൊക്കെ ഇദ്ദേഹം ചിന്തിക്കുകയാണ്. കാലത്തിനൊപ്പിച്ച് കാല് മുറിക്കുകയാണ് ചെയ്യേണ്ടതെന്നും പല മട്ടിൽ അറുത്തു മാറ്റിയിട്ടും കാലത്തിൻ്റെ അഭിരുചിയുമായി അതിനെ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ തനിക്ക് സാധിച്ചില്ല എന്നും അയാൾ ഓർക്കുന്നു. അപ്പോൾ കാലത്തിനനുസരിച്ച് പുതിയ എഴുത്തൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് മാറി എഴുതാനും മാറ്റി എഴുതാനും ഒക്കെ തനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ സാധിക്കണം, അതിനുവേണ്ടി ഒരു ഉത്തരാധുനിക കഥ എഴുതണം എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഓർക്കുകയാണ്. ചില കഥകളിൽ കാൽപ്പനികതയും മറ്റു ചിലതിൽ വല്ലാത്ത ആർദ്രതയും കടന്നു വരുന്നു എന്നും അയാൾ തിരിച്ചറിയുന്നു. ചില കഥയിൽ അദ്ദേഹം എഴുതിയത് ഭയങ്കര കാൽപ്പനികമായിപ്പോയി, യാഥാർത്ഥ്യമില്ല. ചിലതിൽ വല്ലാത്ത ആർദ്രത അതും കടന്നു വരുന്നു എന്ന് അയാൾ തിരിച്ചറിയാണ്. അപ്പോൾ ഉത്തരാധുനിക കഥ അദ്ദേഹത്തിന് ഇതുവരെ എഴുതാൻ വേണ്ടിയിട്ട്
പറ്റിയിട്ടില്ല. ഇയാൾ ഇനി ഇത്രയും പറഞ്ഞതിന് ശേഷം ഇയാൾ ഇരിക്കുന്ന കഥ എഴുതാനിരിക്കുന്ന ഒരു സന്ദർഭം പറയുകയാണ് അടുത്തായിട്ട് ചെയ്യുന്നത്. അതായത് ഇദ്ദേഹം റെയിൽവേ പാളത്തിനരികിലാണ് അയാളുടെ വീട്. ഇടയ്ക്കിടെ ഞരക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തീവണ്ടികൾ കടന്നു പോകുന്നതൊഴിച്ചാൽ അവിടം ഭയങ്കര ശാന്തമായിരുന്നു. എഴുത്തുമുറിയിലെ മേശയ്ക്ക് അടുത്തിരുന്നാൽ കാണുന്ന റെയിൽ പാളങ്ങൾ മടിപ്പിക്കാത്ത മനോഹരമായൊരു ദൃശ്യങ്ങളിൽ ഒന്നായിരുന്നു. പാളത്തിലേക്ക് നോക്കിയിരിക്കെ പല കഥാപാത്രങ്ങളും കഥാനായകൻ്റെ ഭാവനയിലേക്ക് ഇങ്ങനെ കടന്നു വരാറുണ്ടായിരുന്നു. എന്നാൽ ഒരു ഉത്തരാധുനിക കഥ രചിക്കാനുള്ള ശ്രമത്തിൽ റെയിൽപാള കാഴ്ചകൾ അയാളെ സഹായിച്ചില്ല. പൊതുവേ ഈ റെയിൽപാളത്തിനടുത്ത് ഇങ്ങനെ ഇരുന്ന് ജനാലൂടെ നോക്കുന്ന സമയത്ത് അടുപ്പിക്കാത്ത ദൃശ്യമാണ്. അതിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ വരുമായിരുന്നു, അങ്ങനെ കഥ എഴുതായിരുന്നു. പക്ഷേ ഈ ഉത്തരാധുനിക കഥ എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ അത്തരത്തിലുള്ളൊരു കഥാപാത്രമോ കഥയോ ഒന്നും വരുന്നില്ല. വാക്കുകൾ മെരുങ്ങാതെയും ചിന്തകൾ ക്രമപ്പെടാതെയും വീർപ്പുമുട്ടി അദ്ദേഹത്തിന്. വാക്കുകളങ്ങ് വരുന്നില്ല, ചിന്തകൾക്കൊന്നും ഒരു ക്രമം കിട്ടുന്നില്ല. അങ്ങനെ അദ്ദേഹം വീർപ്പുമുട്ടുകയാണ്. ഏതെങ്കിലും ഒരു ട്രെയിൻ പാലത്തിലൂടെ കടന്നു പോയാൽ ആ കാഴ്ച തനിക്ക് ആശ്വാസം പകരുമെന്ന് അയാൾ ചിന്തിച്ചു. അപ്പോൾ ശൂന്യമാണ്. ഏതെങ്കിലും ഒരു ട്രെയിൻ അങ്ങ് കടന്നു പോയില്ലെങ്കിൽ അതൊന്നും ഒരു ആശ്വാസമായി മാറുമായിരുന്നു, തൻ്റെ ഈ ചിന്തകൾക്കൊരു ഉദ്ദീപനം ഉണ്ടാകുമായിരുന്നതൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്. ഒടുവിൽ ജോർജറ്റ് മ്യൂർ എന്ന ഒരു മധ്യവയസ്കൻ തൻ്റെ ജീവിതത്തിലെ അവസാന രംഗം അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തുടങ്ങുന്ന ഒരു കഥ എഴുതാൻ അയാൾ ചിന്തിക്കുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു ചിന്ത വരികയാണ്, ഒരു വാചകം വരികയാണ്. ജോർജറ്റ് മ്യൂർ എന്ന ഒരു മധ്യവയസ്കൻ തൻ്റെ ജീവിതത്തിലെ അവസാന രംഗം അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തുടങ്ങുന്ന ഒരു കഥ എഴുതാൻ അയാൾ ചിന്തിക്കുന്നു. ചിന്തിച്ചതേ ഉള്ളൂ കേട്ടോ. ഏറെക്കുറെ പുതുമയാർന്നൊരു വാചകം കണ്ടെത്തിയതിൽ ആശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കിട്ടിയൊരു വാചകം കിട്ടിയപ്പോൾ ഒരു നല്ല തുടക്കമാണല്ലേ. ആശ്വസിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അദ്ദേഹം. സന്തോഷമായി. വരികൾക്ക് കാൽപ്പനികതയുടെ ചുവയില്ല, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജോർജറ്റ് മ്യൂർ എന്ന ഒരു മധ്യവയസ്കൻ തൻ്റെ ജീവിതത്തിൽ അവസാന രംഗം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വാചകമാണ്, അതിനകത്തൊരു കാൽപ്പനികത അങ്ങനെ ഒന്നുമില്ല. അടിപൊളിയാണ്, നല്ല തുടക്കമാണ്. അങ്ങനെ അദ്ദേഹം ഉത്സാഹഭരിതനാക്കി അങ്ങനെ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് റെയിൽപാളത്തിലൂടെ കടന്നു വരുന്ന ഒരു കുടുംബത്തെ അയാൾ കാണുന്നത്. അങ്ങനെ വരിയൊക്കെ കിട്ടി, ആദ്യം വരെയൊക്കെ കിട്ടി, ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ ഒരു കുടുംബം റെയിൽപാളത്തിലൂടെ കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടുകയാണ്. ദരിദ്രയായ ഒരു അമ്മയും ക്ഷീണിതരായ 3 ചെറിയ കുട്ടികളുമായിരുന്നു അത്. കഥാനായകൻ്റെ ശ്രദ്ധ ആ കുടുംബത്തിൽ തന്നെ ഉടക്കി നിന്നു. അപ്പോൾ ഉത്തരാധുനിക കഥ ചിന്തിച്ച അദ്ദേഹത്തിന് മുമ്പിൽ പ്രസൻറ്റിൽ ഒരമ്മയും 3 മക്കളും കടന്നു വരുന്നത് കണ്ടു. അപ്പോൾ ആ കാഴ്ച കണ്ട് അതിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഉടക്കി നിന്നു. ജോർജറ്റ് മ്യൂറിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ഒരു ഉത്തരാധുനിക കഥ രചിക്കാനുള്ള ശ്രമത്തിൽ നിന്നും അയാളുടെ ശ്രദ്ധ വഴുതിപ്പോകുന്നു. ഈ ഒരു സന്ദർഭം കൊണ്ട് അയാളുടെ ശ്രദ്ധ ആ ഒരു കഥ എഴുത്തിൽ നിന്ന് വഴുതിപ്പോവുകയാണ്. റെയിൽവേ പാളത്തിന് അരികിൽ ആ കുടുംബം എന്തിനാണ് വന്നതെന്ന ജിജ്ഞാസ അയാളിൽ വളരുന്നു. അവരെന്തിനായിരിക്കും വന്നത് എന്നുള്ള ചിന്തയൊക്കെയാണ് പിന്നീട് അയാളിൽ കടന്നു വരുന്നത്. ഒരു അമ്മ ഉണ്ട്, 3 മക്കളും കൂടിയുണ്ട്. അവർ ആത്മഹത്യ ചെയ്യാനാണോ അവിടെ വന്നിരിക്കുന്നത് എന്ന് അയാൾ ചിന്തിക്കുന്നു. ഇനി അവർ ആത്മഹത്യ ചെയ്യാനെങ്ങാനാണോ വന്നിരിക്കുന്നത് എന്ന് അയാൾ ചിന്തിക്കുകയാണ്. അതേ നിമിഷം തന്നെ ആ കുടുംബത്തെ ആത്മഹത്യയുമായി ബന്ധിപ്പിച്ച ക്രൂരത അയാളെ അന്താളിപ്പിക്കുകയും ചെയ്യുന്നു. എങ്കിൽ ഈ ആത്മഹത്യ ചെയ്യാൻ വന്നതാണെങ്കിൽ തന്നെ എന്തിനായിരിക്കും അവർ ഈ ആത്മഹത്യ ചെയ്യുന്നത് എന്ന തരത്തിലൊക്കെ ചിന്ത കഥാകൃത്തിൻ്റെത് പോവുകയാണ്. മറ്റേതെങ്കിലും അവസ്ഥകളിലേക്ക് ചിന്തയെ തിരിച്ചു വിടണമെന്ന് അയാൾ ഏറെ ആഗ്രഹിച്ചെങ്കിലും ഒടുവിൽ എത്തിച്ചേർന്നത് ആത്മഹത്യ എന്ന ആശയത്തിൽ തന്നെയായിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ വന്ന് അവരവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പല ചിന്തകളിൽ അങ്ങനെയൊന്നല്ല, ആത്മഹത്യ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവർ വന്നത് എന്നൊക്കെ ചിന്തിക്കാനൊക്കെ അദ്ദേഹം ആശിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒടുക്കം എപ്പോഴും എത്തിച്ചേർന്നത് അവസാനം എന്തൊക്കെ ആഗ്രഹിച്ചാലും എത്തിച്ചേർന്നത് ഇവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് തന്നെയായിരുന്നു. ആ കുടുംബത്തിൻ്റെ
ദൈന്യതയാകാം ആത്മഹത്യ എന്ന വാക്കിനെ കുറിച്ച് ഓർക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നും അയാൾ ചിന്തിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ കുടുംബം ഭയങ്കര ദൈന്യതയിൽ കഴിയുകയാണ്. ആ ഒരു കാരണം കൊണ്ടായിരിക്കാം അവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അവരെ പ്രേരിപ്പിച്ചത് എന്ന് അദ്ദേഹം ഓർക്കുകയാണ് കഥാകൃത്ത്. തുടർന്ന് തൻ്റെ സുഹൃത്തായ രാജസുബ്രഹ്മണ്യൻ്റെ ആ റെയിൽപാളത്തെക്കുറിച്ചുള്ള തീസിസ് ദിസ് ഈസ് അൺഹെവൻലി പ്ലേസ് ഫോർ ജെൻലി സൂസൈഡ് എന്ന പരാമർശം അയാൾ ഓർക്കുന്നു. അതായത് ദിസ് ഈസ് അൺഹെവൻലി പ്ലേസ് ഫോർ ജെൻലി സൂസൈഡ് എന്ന പരാമർശം അയാൾ ഓർക്കുകയാണ്. ആരുടെ പരാമർശം? തൻ്റെ സുഹൃത്തായ രാജ സുബ്രഹ്മണ്യൻ്റെ. അതായത് പരാജയപ്പെട്ട ഒരു ആത്മഹത്യ ശ്രമത്തിന് ശേഷം ഇത്തരം സ്ഥലങ്ങൾ കാണുമ്പോഴൊക്കെ രാജസുബ്രഹ്മണ്യന് ആവേശം കയറുമായിരുന്നു. ഈ രാജസുബ്രഹ്മണ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പരാജയപ്പെട്ട ആളാണ്. അതിനുശേഷം ഇത്തരത്തിലുള്ള സ്ഥലം കാണുമ്പോൾ അദ്ദേഹത്തിന് റെയിൽവേ പാളം അല്ലെങ്കിൽ സൂസൈഡ് പോയിൻ്റ് ഒക്കെ കാണുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. അങ്ങനെയുള്ള മനുഷ്യന്മാരും കൂടി ഉണ്ട്. ആത്മഹത്യക്കൊരുമ്പെടുന്നവരും ഇത്തരം സ്ഥലങ്ങളും തമ്മിൽ ഒരുതരം ആശയവിനിമയം നടക്കുന്നു എന്നതായിരുന്നു രാജസുബ്രഹ്മണ്യൻ്റെ കണ്ടെത്തൽ. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളും അവർ തിരഞ്ഞെടുക്കുന്ന ഈ സ്ഥലങ്ങളും തമ്മിലൊക്കെ ഒരു ആശയവിനിമയം ഏതോ രീതിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ടിങ്ങനെ ആത്മഹത്യകൾ നടക്കാറുള്ളതെന്നും അയാൾ സമർത്ഥിച്ചിരുന്നു. ആ കുടുംബവും ആത്മഹത്യ ചെയ്യാൻ വന്നതായിരിക്കുമോ എന്ന ചിന്ത കഥാനായകനെ പിന്തുടരുന്നു. ദാരിദ്ര്യത്തിൽ നിന്നും മറ്റു മോചനമാർഗമില്ലാത്തവർ മരണത്തിൽ തന്നെയായിരിക്കും അഭയം തേടുക. ഉത്തരാധുനിക കഥാരചനയ്ക്കുള്ള ഉദ്യമം പാടെ വിസ്മരിച്ച് കഥാനായകൻ ആ കുടുംബത്തെ വീക്ഷിക്കുന്നു. അപ്പോൾ കഥ എഴുതാനിരുന്നിട്ട് ഇപ്പം എന്തേ ആ കഥ എഴുത്തുവിട്ട് വന്ന കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു. അവസാനം ആ കുടുംബത്തിലൂടെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുകയാണ്. റെയിൽ പാളത്തിൽ അവർ ഏതെങ്കിലും ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് അയാൾക്ക് ഏതാണ്ട് ഉറപ്പായി. കാരണം അവർ ആ നിൽപ്പിതൊക്കെ കാണുമ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു ട്രെയിനിൽ അവർ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. ആദ്യത്തെ ഒരു ട്രെയിൻ കടന്നു പോയപ്പോൾ ആ കുടുംബം ആത്മഹത്യാ ശ്രമം നടത്തിയില്ല. എന്നാൽ എന്ത് ചെയ്തു? ആദ്യത്തെ ഒരു ട്രെയിൻ വന്ന് കടന്നുപോയി, ആ കുടുംബം ആത്മഹത്യ ഒന്നും ചെയ്തില്ല. അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, ഒരു പക്ഷേ അവർ ഈ വണ്ടി ആയിരിക്കില്ല ഉദ്ദേശിച്ചത് എന്നും രാജസുബ്രഹ്മണ്യം പറഞ്ഞതുപോലെ ചില പ്രത്യേക വണ്ടികൾക്ക് മുമ്പിൽ ചാടിയ ആത്മഹത്യ ചെയ്യൂ എന്ന് ചിലർക്ക് നിർബന്ധമുണ്ടാകാമെന്നും ആ അവസരത്തിൽ കഥാനായകൻ ചിന്തിക്കുന്നു. ചിലരങ്ങനെയാണ്, ചില വണ്ടികൾ തിരഞ്ഞെടുത്ത ആ പ്രത്യേക വണ്ടികളിലേ ചാടൂ എന്നും കൂടി സുബ്രഹ്മണ്യം പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാറ്. പാസഞ്ചർ വണ്ടിക്ക് ചാടാൻ ഉദ്ദേശിച്ചവർ ചരക്ക് വണ്ടിക്ക് അതിനു മുമ്പിൽ ഒരിക്കലും ചാടില്ല. എക്സ്പ്രസ്സിന് മുമ്പിൽ ജീവിതാവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചവർ അതിനു മുമ്പിലേ ചാടും. ഇനി ഏത് വണ്ടിയാണ് വരാനുള്ളത് എന്നോർത്ത് നിൽക്കുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് ഉത്തരാധുനിക കഥ വീണ്ടും തികട്ടി വന്നു. ഇനിയിപ്പോൾ ഏത് വണ്ടി അപ്പം ഇനിയിപ്പോൾ അടുത്ത് വരാനുള്ളത്, അവർ ഏത് വണ്ടിയിലേക്കായിട്ടുണ്ടാവും ചാടുക എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഉത്തരാധുനിക കഥ വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തികട്ടി വരികയാണ്. എങ്ങനെ വെച്ചാൽ, ജോർജറ്റ് മൂറിൻ്റെ കണ്ണിൽ ലോകം ഒരു വിചിത്രമായ കൂടാരമായി തോന്നി. അടുത്ത വാചകമാണ്, കഥയാണ് കടന്നു വന്നത്. ജോർജറ്റ് മൂറിൻ്റെ കണ്ണിൽ ഒരു ലോകം ഒരു വിചിത്രമായ കൂടാരമായിട്ട് തോന്നുകയാണ് എന്നൊരു തുടക്കവാചകത്തെ സങ്കല്പിച്ച് അതിൽ തൃപ്തനായി അയാൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആ വാക്ക് വീണ്ടും വന്നു, അദ്ദേഹം എഴുതി മുമ്പോട്ട് പോവുകയാണ്. നിരൂപകന്മാർക്ക് പറയുന്നത് പോലെ പല അർത്ഥങ്ങൾ ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കാമായിരുന്നു എന്നും ഒരു നല്ല തുടക്കം കിട്ടി എന്നതിനർത്ഥം കഥ 3/4 പങ്കും വിജയിച്ചു എന്നതാണ് എന്നും അയാൾ ചിന്തിക്കുന്നു. അതായത് ഈ ഒരു വാക്ക് ജോർജ് മൂറിൻ്റെ കണ്ണിൽ ലോകം ഒരു വിചിത്ര കൂടാരമായി തോന്നി എന്നുള്ളത് നിരൂപന്മാർക്ക് പലതും വായിച്ചെടുക്കുക. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡീകോഡ് ചെയ്തെടുക്കുക.
അപ്പോൾ ഒരു നല്ലൊരു തുടക്കം കിട്ടിയാൽ എന്തായി, കഥ പകുതി മുക്കാലും ഗംഭീരായി എന്നതാണ് ഉത്തരാധുനിക കഥയുടെ പ്രത്യേകത. അതിൽ താൻ വിജയിച്ചു എന്നും അദ്ദേഹം ചിന്തിക്കുന്നു. ജോർജറ്റ് മ്യൂർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ വലിയ സമസ്യകളെക്കുറിച്ചാണെന്നും യാന്ത്രികമായ ജീവിതം സംഭാവന ചെയ്ത ഒരുപാട് ദുരിതങ്ങളുടെ പ്രതീകമാണ് ജോർജറ്റ് മ്യൂർ എന്ന തൻ്റെ കഥാനായകനെന്നും അയാൾ വ്യക്തമാക്കുന്നു. ഈ ജോർജറ്റ് മ്യൂർ എന്താണ്, യാന്ത്രികമായ നഗര ജീവിതത്തിന് സമാനമായ അത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ്, അത്തരത്തിലുള്ളൊരു പ്രതീകമാണ് ഈ ജോർജറ്റ് മ്യൂർ. ഒരുപാട് ദുരിതങ്ങളുടെ ഒരു പ്രതീകമാണ് എന്നൊക്കെ തൻ്റെ കഥാപാത്രം ഇങ്ങനെയൊക്കെയാണ് എന്ന രീതിയിൽ അവർ ഈ കഥാകൃത്ത് രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരം ഉത്തരാധുനിക കഥാരചനയിൽ കുറച്ചു നേരം മുഴുകാൻ കഴിഞ്ഞെങ്കിലും വീണ്ടും അയാളുടെ കാഴ്ച റെയിൽ പാളത്തിന് സമീപമിരിക്കുന്ന ആ കുടുംബത്തിൽ ചെന്നെത്തുന്നു. വീണ്ടും കഥ എഴുതാണ് ഇങ്ങനെ പോകുമ്പോൾ വീണ്ടും അതേ കുടുംബത്തിലേക്ക് ശ്രദ്ധ ചെന്നെത്തുകയാണ്. കുട്ടികൾ കരച്ചിൽ നിർത്തിയിരുന്നില്ല. അമ്മ നിസ്സംഗയായി ഇരിക്കുന്നു. അമ്മ എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുന്നില്ല? കുട്ടികൾ കരയുകയാണ്, നിർത്തുന്നില്ല. പക്ഷേ അമ്മ നിശബ്ദമായി ഇങ്ങനെ ഇരിക്കുകയാണ്, ആശ്വസിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അയാൾ ആലോചിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏറെ അവശനും രോഗബാധിതനുമായ മറ്റൊരാൾ ആ കുടുംബത്തിൻ്റെ നേർക്ക് നടന്നു വരുന്നത് അയാൾ കാണുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആ കുടുംബത്തിന് നേർക്ക് ആരോ കടന്നു വരികയാണ്. അപ്പോൾ ഇത്രയും നാളെ അവർ വെയിറ്റ് ചെയ്ത് ആരാത് ഒരാൾ കടന്ന് വരാനുണ്ട്, അതുകൊണ്ട് അവർ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അയാൾ വന്നു. എങ്ങനെയാണ് അയാളുടെ വരവ്? ഏറെ അവശനും രോഗബാധിതനുമായ ഒരാൾ. അവശനാണ്, രോഗം ബാധിച്ച ആളാണ്. കാറ്റത്ത് ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അസ്ഥികൂടം പോലെയുള്ള ആ മനുഷ്യൻ ആ കുടുംബത്തോട് ചേരുന്നു. അങ്ങനെ കാറ്റത്ത് ചലിക്കുന്ന ഒരു അസ്ഥികൂടം, അങ്ങനെ കാറ്റത്ത് ഇങ്ങനെ നടന്നു വന്നൊരു അസ്ഥികൂടം വന്നവർ ആ കുടുംബത്തിനോട്, ആ മനുഷ്യൻ ആ കുടുംബത്തോട് ഇങ്ങനെ ചേരുകയാണ്. ജോർജറ്റ് മ്യൂറിനെ മാറ്റി നിർത്തി അയാൾ ആ കുടുംബത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. പിന്നീട് വീണ്ടും ഇയാൾ കഥാകാരൻ എന്ത് ചെയ്തു, തന്നെ ജോർജറ്റ് മ്യൂറിനെ പൂർണ്ണമായി മാറ്റി നിർത്തിയിട്ട് ആ കുടുംബത്തെക്കുറിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് കളിച്ച് രസിക്കാമല്ലോ എന്നും മാതാപിതാക്കൾക്കും ഒപ്പം ചേരാമല്ലോ എന്നും അയാൾ ചിന്തിക്കുന്നു. ഇവർക്ക് കളിച്ച് രസിച്ചൂടെ, മാതാപിതാക്കൾക്കൊപ്പം ചേർന്നിക്കൂടെ എന്നൊക്കെ അയാൾ ഈ കഥാകൃത്ത് ചിന്തിക്കുകയാണ്. എന്നാൽ ഒരു കളിക്കും മുതിരാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നേരെ നിസ്സഹായരായി വെറുതെ നോക്കി നിൽക്കുക മാത്രമാണ് മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായിട്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യുന്നത്. ജോർജറ്റ് മ്യൂറിനെ ഇറക്കിക്കൊണ്ടുവന്ന് ഇവരുടെ ഇടയിലേക്ക് തള്ളിവിട്ടാലോ എന്ന് അയാൾ ആലോചിക്കുന്നു. എന്നാൽ പിന്നെ ഈ ജോർജറ്റ് മ്യൂർ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഇവർക്ക് മുമ്പിലേക്ക് അങ്ങ് ഇറക്കി വിട്ടാലോ? കഥ രൂപപ്പെടുത്തി വരുന്നൊരു സന്ദർഭം കൂടിയാണ് പറയുന്നത്. അയാൾ ആലോചിക്കുന്ന ഒരു ചിന്തയുണ്ട്, അതിനകത്തൊരു കഥയുണ്ട്. പെട്ടെന്നൊരു സന്ദർഭം കണ്ടു, ആ സന്ദർഭമായിട്ട് ഈ കഥ അങ്ങ് വരച്ചു നോക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കഥ ഉണ്ടാകുന്നത്. തൻ്റെ കഥയ്ക്ക് പുതിയൊരു തലമുണ്ടാക്കാൻ സാധിക്കുമെന്നും ചില കഥകളിൽ കഥാപാത്രങ്ങൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നും അയാൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം മൊത്തം ഈ തൻ്റെ കഥയും ഇപ്പോൾ നടക്കുന്ന ഈ സംഭവം തമ്മിലൊക്കെ കൂട്ടി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊടുന്നനെ അപ്രതീക്ഷിതമായി ആ കുടുംബം പാളത്തിനടുത്തേക്ക് നീങ്ങുകയും തിളച്ചുമറിയുന്ന വെയിലിൽ ചുട്ടുപഴുത്ത കറുത്ത ലോഹരേഖകൾക്കിടയിൽ അവർ അമർന്നിരിക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങളുടെ തല അവർ കോൺക്രീറ്റ് സ്ലീപ്പറിൻ്റെ കാഠിന്യത്തിലേക്ക് അമർത്തിപ്പിടിച്ചിരുന്നു. സ്ത്രീയും പുരുഷനും പാലത്തിലേക്ക് തല നന്നേ താഴ്ത്തിയാണ് ഇരുന്നിരുന്നത്. പിഴുതുമാറ്റാൻ കഴിയാത്തവണ്ണം ഏതോ ധ്യാനത്തിൻ്റെ ദൃഢതയിൽ അവർ അമർന്നു പോയിരിക്കുന്നു എന്ന് കഥാകൃത്ത് രേഖപ്പെടുത്തുന്നു. അപ്പോൾ മുഴുവനും എയർ കണ്ടീഷൻ ചെയ്ത സമയം തെറ്റി വരുന്ന രാജധാനി എക്സ്പ്രസ് അവരുടെ ധ്യാനത്തിന് മുകളിലൂടെ കടന്നുപോയി. അത് കാണുന്ന കഥാനായകൻ തല താഴ്ത്തിപ്പിടിച്ചു. പിന്നെ ചെറിയ തമാശയോടെ ആത്മഹത്യ ചെയ്യാൻ രാജധാനി എക്സ്പ്രസ് കാത്തിരുന്ന ഒരു കുടുംബം എന്ന് ഓർക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു. കഥ വായിച്ചപ്പോൾ
എന്തു തോന്നി? ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയുടെ ഒരു പ്രതീകമായിട്ട് അസ്ഥികൂട്ടം കാറ്റത്ത് നടന്നു വരുന്ന അച്ഛൻ്റെ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. രണ്ട് കാര്യമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഈ കഥാകാരൻ ആയിട്ട് വരുന്ന കഥയിൽ വരുന്ന കഥാകാരൻ ഇന്നത്തെ എഴുത്ത് രീതി, ഉത്തരാധുനിക എഴുത്ത് രീതി, അതിൽ ജീവിതം വേണം എന്ന ഒരു രീതി, കല എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, കല എങ്ങനെയും മാറിക്കോട്ടെ, പക്ഷെ അതിനകത്ത് വരുന്നത് മനുഷ്യാവസ്ഥയാണ്, മനുഷ്യ ജീവിതമായിരിക്കണം എന്നുള്ളൊരു പ്രഖ്യാപനം ഇതിലൂടെ ഈ കഥാകൃത്ത് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. രണ്ട്, കഥ മുന്നോട്ട് വെക്കുന്ന ദാരിദ്ര്യമാണ്. സമ്പന്നർ എപ്പോഴും അതിസമ്പന്നമായിക്കൊണ്ടിരിക്കുകയും അവർക്ക് വേണ്ടി രാജധാനി എക്സ്പ്രസ്സുകൾ പായുകയും ചെയ്യുമ്പോൾ മറുവശത്ത് അതിസാധാരണക്കാർ ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് നിലംപതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പച്ചയായൊരു ജീവിത സത്യത്തെ എഴുത്തുകാരൻ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഈ കഥയിൽ. ഈ രാജധാനി എക്സ്പ്രസ് ആയ പണക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഇങ്ങനെ ഓടുന്ന ട്രെയിനാണ്. അതിലാണ് ഇവർ തലവെച്ച് മരിക്കുന്നത്. അപ്പോൾ ഈ സമ്പന്നരാകുന്നു, ദാരിദ്ര്യം എന്നും പട്ടിണിയാകുന്നു, ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഈ കഥയിൽ സൂചിപ്പിക്കുന്നു. ആ ഒരു പ്രതീകമായിട്ട്, സമ്പന്നരുടെ പ്രതീകമായിട്ട് രാജധാനി എക്സ്പ്രസ് കടന്നു വരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കേണ്ടത് ഈ കഥയിൽ പ്രധാനപ്പെട്ട സംഭവമാണ്. സമകാലിക ജീവിതത്തിൻ്റെ സങ്കീർണതകളും സർഗാത്മകത മേഖലകളിലെ പരിണാമങ്ങളും ഒരേ സമയം അങ്ങനെ ഈ കഥയിൽ ചർച്ചയാണ് ചെയ്യുന്നത്. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഉച്ചനീചത്വ, ദാരിദ്ര്യം, പണക്കാർ തമ്മിലുള്ള ഒരു ഉച്ചനീചത്വം അതിനെ ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സർഗാത്മക മേഖലകളിലെ പരിണാമങ്ങളും ആധുനികതയിൽ നിന്ന് ഉത്തരാധുനികയിലേക്കുള്ള പരിണാമങ്ങൾ, അതൊക്കെ ഈ ഒരു കഥയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആധുനികാനന്തര കഥകളുടെ സവിശേഷതകളും അവയുടെ അപ്യരാപ്തതകളും UK കുമാരൻ ഈ കഥയിലെ മുഖ്യ കഥാപാത്രത്തിൻ്റെ അഭിപ്രായങ്ങൾ എന്നോണം അവതരിപ്പിക്കുന്നുണ്ട്. അതും ഇതിൻ്റെ സവിശേഷതയാണ്. ഉത്തരാധുനികതയെക്കുറിച്ച്, അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, അതിൻ്റെ പോരായ്മകളെക്കുറിച്ചൊക്കെ ഇതിൻ്റെ മുഖ്യ കഥാപാത്രത്തിലൂടെ UK കുമാരൻ തൻ്റെ അഭിപ്രായം പറയുന്നത് പോലെയാണ് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ മലയാള സാഹിത്യത്തിൽ സംഭവിച്ച ഭാവുകത്വ പരിണാമത്തോടുള്ള UK കുമാരൻ്റെ പ്രതികരണം കൂടിയാണ് ഈ കഥയുടെ ഒരു ആദ്യ ഭാഗം എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ ഭാഗത്തിലോട്ടെത്തുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ സമകാലിക ജീവിതത്തിൻ്റെ സങ്കീർണതകളിലേക്ക് അത് കൂപ്പുകുത്തുന്ന, അല്ലെങ്കിൽ സങ്കീർണതകളിലേക്കാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു കഥയെക്കുറിച്ച് ചിന്തിക്കുന്ന, ഉത്തരാധുനിക കഥയെക്കുറിച്ച് എഴുതാൻ വേണ്ടി നോക്കുന്ന ഇതിനകത്തെ കേന്ദ്ര കഥാപാത്രം പിന്നീട് ആ ചിന്തയിൽ നിന്ന്, കഥ എഴുത്ത് എന്ന ചിന്തയിൽ നിന്ന് മാറി ജീവിതത്തിലേക്ക്, കൺമുന്നിൽ നടക്കുന്ന ജീവിതത്തിലേക്ക് തൻ്റെ കണ്ണെത്തുന്നത് അടുത്ത് അതിലൂടെ എഴുത്തുകാരൻ പറയുന്നത് കല, എഴുത്ത്, അതൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളായി മാറണം എന്നുള്ള ചിന്തയും കൂടിയാണ് എന്നതും കൂടി കഥാകാരൻ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റെയിൽ പാളത്തിലിരുന്ന് ഒരു കുടുംബം ധ്യാനിക്കുന്നു എന്ന UK കുമാരൻ്റെ കഥ ചർച്ച ചെയ്യുന്നത്. കഥ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒരു കഥാകാരൻ, ആ കഥാകാരൻ ഒരു പരമ്പരാഗത കഥാകൃത്താണ്. ഉത്തരാധുനിക കഥ ഇതുവരെ എഴുതിയിട്ടില്ല. അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ജോർജ് മുററ്റ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നു, എഴുത്ത് നടക്കുന്നു. അപ്പോഴാണ് ഒരു കുടുംബം മുമ്പിൽ വരുന്നത്. റെയിൽ പാളത്തിനടുത്താണ്, അവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. തൻ്റെ സുഹൃത്ത് ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. ഏറ്റവും അവസാനം അവരുടെ ആ ഒരു ആത്മഹത്യാ പ്രകടനക്ക് മുമ്പിൽ അവരുടെ അച്ഛനും കടന്നു വരുന്നുണ്ട്. അപ്പോഴും ഇദ്ദേഹം കഥയ്ക്ക് പുതിയൊരു വാചകം കിട്ടിയ സന്തോഷത്തിൽ കഥാകാരൻ കഥ എഴുത്തിലേക്ക്, ചിന്തകളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. തൻ്റെ ആ കഥയിലെ കഥാപാത്രത്തെ ഇവരിലേക്ക് ഇറക്കിയാലോ, അങ്ങനെ ഒരു കഥ എഴുതിയാലോ എന്നൊക്കെ കൂടി ചിന്തിക്കുന്ന സമയത്ത് രാജധാനി എക്സ്പ്രസ് വരികയും അവരെ അരച്ചില്ലാണ്ടാക്കി പോവുകയും ചെയ്യുകയാണ്. ഈ ഒരു രാജധാനി എക്സ്പ്രസ് പണക്കാരുടെ, ഒരു അതിസമ്പന്നരുടെ പ്രതീകമായിട്ട് കഥയിൽ കടന്നു വരുന്നു എന്നതും കൂടി ഓർക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം.